എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കബ്സയാണ്. ചിക്കൻ കബ്സയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഇതൊരു അറബിക് ഡിഷാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കബ്സ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു പോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിൽ വേണ്ട, വളരെ കുറച്ച് ഓയിൽ മതി. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ 3 സവാള ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നമുക്ക് സവാളയൊക്കെ ഒന്ന് വേഗം വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യും. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അത് ഇതേപോലെ 2 പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസുകളായിട്ട് മുറിച്ച് വെക്കാവുന്നതാണ്. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ചിക്കനൊന്ന് മറിച്ചിടാം. ഇപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ടൊമാറ്റോ പേസ്റ്റാണ്. ഇത് 1 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 ഡ്രൈ ലെമൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ 1.5 ടീസ്പൂൺ അറബിക് സ്പൈസ് മിക്സാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അറബിക് സ്പൈസ് മിക്സിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അറബിക് സ്പൈസ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കബ്സ മിക്സ് ആണെങ്കിലും കടയിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇപ്പം അതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ പൊടിയായിട്ട് അരിഞ്ഞ ടൊമാറ്റോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടൊമാറ്റോയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി ചേർത്തൊന്ന് പയ്യെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കവർ ചെയ്ത് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് തിരിച്ചിടാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 4 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇടയ്ക്കൊന്ന് ഈ ചിക്കൻ ഒന്ന് തിരിച്ചിടണം, കാരണം അത് വലിയ പീസായതാണ്. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പ് കുറവാണ്, നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. റൈസും ഇതിനകത്ത് തന്നെ ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. നമുക്കിത് കവർ ചെയ്ത് വെച്ച് വേവിക്കാം. നമുക്ക് നമ്മുടെ ഈ ചിക്കൻ ഒന്ന് തിരിച്ചിടാം. ഇപ്പം നമ്മുടെ ചിക്കൻ ഒരു പകുതി വേവോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ആഡ് ചെയ്യാം. 3 ഗ്ലാസ് ബസ്മതി റൈസ് ഉണ്ട്. അത് നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടാണ്, അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചേക്കാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം, വെള്ളം വറ്റുന്നിടം വരെ. അതായത് 10 to 15 മിനിറ്റ്സ് ഇതിനും എടുക്കും. ഇനി നമുക്ക് ഈ റൈസിലേക്കും ചിക്കനിലേക്കും 2 ടേബിൾ സ്പൂൺ ഇതേപോലെ ചെറുതായിട്ടരിഞ്ഞ ക്യാരറ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് പിന്നെയും മൂടി വെച്ച് വേവിച്ചെടുക്കാം.
നമ്മുടെ കബ്സ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയ പുതിയ അടിപൊളി റെസിപ്പികൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അതോടൊപ്പം ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കണം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് അമർത്തിയേക്കുക. എന്നാൽ മാത്രമേ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഞാൻ ഇതിനകത്ത് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ വറുത്തത് ചേർക്കുന്നുണ്ട്. കാരണം നമ്മളിവിടെ റൈസ് വാങ്ങുമ്പോഴത്തേക്കും അതിനകത്ത് ഇങ്ങനെ ഉണക്കമുന്തിരി വറുത്തത് ഇട്ടിട്ടുണ്ടാവും. അതൊരു കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ റൈസിൻ്റെ ഇടയിൽ. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അത് ആഡ് ചെയ്യുക.